ഹലോ, എവർഗ്രീൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ നെടുനായകനാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധി എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി എന്ന നിലയിൽ ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതി ചേർത്തിരിക്കുന്നു വിൻസ്റ്റൺ ചർച്ചിൽ എന്ന ആ പേര്. കനത്ത ആപത്ഘട്ടത്തിൽ ഒരു ജനതയ്ക്ക് മുഴുവൻ ആത്മവീര്യം പകർന്ന് ഒറ്റക്കെട്ടായി അവരെ അണിനിരത്താനും അതിലൂടെ ദേശീയ ബോധത്തിൻ്റെ അത്യുന്നത മാതൃക ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനും കഴിഞ്ഞ രാഷ്ട്ര നേതാവ് കൂടിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1940 വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയാവുന്നത്. ഹിറ്റ്ലറുടെ ജർമ്മൻ സൈന്യം യൂറോപ്പിലൂടെ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. പല രാജ്യങ്ങളും നാസിപ്പടയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു. ബ്രിട്ടൻ്റെ പതനം ഏതു നിമിഷവും സംഭവിക്കാവുന്ന അവസ്ഥ. പക്ഷേ വിൻസ്റ്റൺ ചർച്ചിൽ പതറിയില്ല. അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, കണ്ണീരും രക്തവും നീണ്ടു നിൽക്കുന്ന സഹനവുമല്ലാതെ നിങ്ങൾക്ക് വാഗ്ദാനം നൽകാൻ യാതൊന്നും എനിക്കില്ല. എന്നാൽ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ആത്മവിശ്വാസം ബ്രിട്ടനിലെ ജനങ്ങൾ മനസ്സിലാക്കി. പരാജയത്തിൻ്റെ വക്കിൽ നിന്നും വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് തങ്ങളെ കൈപിടിച്ചുയർത്താൻ വിൻസ്റ്റൺ ചർച്ചിലിന് കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അവരുടെ ആ സ്വപ്നം ചർച്ചിൽ സാക്ഷാത്കരിക്കുകയും ചെയ്തു. ആ മഹാവിജയത്തിലൂടെ ചർച്ചിൽ തിരുത്തിക്കുറിച്ചത് ബ്രിട്ടൻ്റെ ഭാവി മാത്രമല്ല, ലോകരാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിവരയ്ക്കുകയായിരുന്നു. 20-ാം നൂറ്റാണ്ട് കണ്ട ലോക നേതാക്കന്മാരിൽ കരുത്തനായ അതിമനോഹരവും അതിവിശാലവുമായ ബ്ലൈൻഹൈം കൊട്ടാരത്തിൽ 1874 നവംബർ 30 വിൻസ്റ്റൺ ചർച്ചിൽ ജനിച്ചത്. പ്രഭു റാൻഡോൾഫ് ചർച്ചിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അമ്മ ന്യൂയോർക്കിലെ ഉന്നത കുടുംബാംഗമായിരുന്ന ജെന്നി ജെറോം. വിൻസ്റ്റൺ ചർച്ചിൽ ജനിക്കുമ്പോൾ റാൻഡോൾഫിന് 25 വയസ്സും ജെന്നിക്ക് 20 വയസ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിൻസ്റ്റൺ ലിയനാർഡ് സ്പെൻസർ ചർച്ചിൽ എന്നായിരുന്നു വിൻസ്റ്റൻ്റെ മുഴുവൻ പേര്. സൗഭാഗ്യങ്ങളുടെയും സമ്പന്നതയുടെയും മടിത്തട്ടിലാണ് വിൻസ്റ്റൺ പിറന്നു വീണത്. ആഡംബരങ്ങളുടെയും സമൃദ്ധിയുടെയും കലവറയായിരുന്നു ബ്ലൈൻഹൈം കൊട്ടാരം. വിൻസ്റ്റൻ്റെ മുത്തച്ഛൻ ജോൺ ചർച്ചിൽ ഫ്രാൻസിലെ ലൂയി 14 ചക്രവർത്തിയുമായുള്ള യുദ്ധത്തിൽ ബ്രിട്ടനെ വിജയ കിരീടമണിയിച്ച നായകനായിരുന്നു. ഡ്യൂക്ക് ജോൺ ചർച്ചിൽ യുദ്ധത്തിന് ശേഷം അന്ന് ബ്രിട്ടൻ ഭരിച്ചിരുന്ന ആൻ മഹാറാണി സമ്മാനിച്ചതാണ് ബ്ലൈൻഹൈം കൊട്ടാരം. അങ്ങനെ 1705 മുതൽ ബ്ലൈൻഹൈം കൊട്ടാരം ചർച്ചിൽ കുടുംബത്തിൻ്റെ തറവാടായി. സൗഭാഗ്യങ്ങളുടെ നടുവിലായിരുന്നു വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ബാല്യകാല ജീവിതം. പക്ഷേ ഒറ്റപ്പെടൽ ബാലനായ വിൻസ്റ്റനെ വല്ലാതെ അലട്ടിയിരുന്നു. പ്രഭു കുടുംബങ്ങളിലെ കുട്ടികളുടെ സംരക്ഷണം ആയമാരെയും വളർത്തമ്മമാരെയും ഏൽപ്പിക്കുകയായിരുന്നു അന്നത്തെ പതിവ്. വിൻസ്റ്റണിൻ്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചു. എവറസ്റ്റ് എന്ന സ്ത്രീയായിരുന്നു അവൻ്റെ ആയ. വിൻസ്റ്റനെ ഒരു നിഴൽ പോലെ പിന്തുടരുകയും അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നത് എവറസ്റ്റായിരുന്നു. സ്വന്തം മകനെപ്പോലെയാണ് അവർ അവനെ വളർത്തിയത്. വിൻസ്റ്റണ് എവറസ്റ്റ് അമ്മയെപ്പോലെയായിരുന്നു. മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹവും കരുതലും അവരിൽ നിന്ന് അവന് വേണ്ടുവോളം ലഭിച്ചു. ലണ്ടനിലെ പ്രഭു കുടുംബങ്ങളിലെ ആഘോഷങ്ങളും പരിപാടികളിലുമൊക്കെ പങ്കെടുക്കുന്നതിലായിരുന്നു അവൻ്റെ മാതാപിതാക്കൾക്ക് താൽപ്പര്യം. 1895 വസന്തകാലമായിരുന്നു അത്. ഹൈസേഴ്സ് കാലാൾപ്പടയിൽ വിൻസ്റ്റൺ 30 പേരുള്ള സൈന്യ സംഘത്തിൻ്റെ മേധാവിയായി നിയോഗിക്കപ്പെട്ടു. തൊട്ടടുത്ത വർഷം വിൻസ്റ്റൺ സൈന്യത്തിൽ ലഫ്റ്റനൻ്റായി ഉയർത്തപ്പെട്ടു. അത്യപൂർവമായ ആത്മധൈര്യമായിരുന്നു വിൻസ്റ്റൻ്റെ കൈമുതൽ. സമൂഹത്തിൻ്റെ ഏറ്റവും മുകൾ തട്ടിലുള്ള സമ്പന്ന കുടുംബത്തിൽ നിന്നായിരുന്നു വിൻസ്റ്റൻ്റെ വരവ്. സമൂഹത്തിലുള്ള പദവിയും വ്യക്തിബന്ധങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തണം.
അതിന് സൈന്യത്തിലായാലും ഏറ്റവും മേൽത്തട്ടിലുള്ള മേധാവികളുമായി തന്നെ നേരിട്ട് ഇടപെടണം. ഇക്കാര്യത്തിൽ പതിവ് രീതിയിലുള്ള കീഴ്വഴക്കങ്ങളൊന്നും ശ്രദ്ധിക്കരുത്. നേരിട്ട് ഉന്നതരുമായി ഇടപെടുമ്പോൾ ലഭിക്കുന്നത് പെട്ടെന്നുള്ള അംഗീകാരവും ആദരവും സ്ഥാനമാനങ്ങളുമാണ്. ഇതായിരുന്നു സൈന്യത്തിനെന്ന നിലയിലും പിന്നീട് രാഷ്ട്രീയ പ്രവർത്തകനെന്ന നിലയിലും വിൻസ്റ്റൺ ചർച്ചിൽ സ്വീകരിച്ച പ്രവർത്തന ശൈലി. 1959 വരെ ചർച്ചിൽ പാർലമെൻറ്റ് അംഗമായിരുന്നു. 1965 ജനുവരി 24 ഹൃദയാഘാതം മൂലം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു.